വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ നഷ്ടം നികത്താൻ ദക്ഷിണേന്ത്യയെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ബി.ജെ.പി. തമിഴ്നാട്, കേരളം, ഒറീസ എന്നീ സംസ്ഥാനങ്ങളെയാണ് ബി.ജെ.പി. കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ നടൻ രജനീകാന്തും ബി.ജെ.പിയുമായി സഹകരിച്ചേക്കുമെന്ന സൂചനയാണ് ബി.ജെ.പി. ദേശീയ സെക്രട്ടറി രാം മാധവ് നൽകുന്നത്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷമായ DMK കോൺഗ്രസുമായി ചർച്ചകൾ സജീവമാക്കിയതോടെ AIADMKയെ സഖ്യത്തിലാക്കാനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് ഏറ്റവും സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ സംസ്ഥാനത്ത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ബി.ജെ.പിക്ക് വ്യക്തമായി അറിയാം. നേരത്തെ തന്നെ പല കേന്ദ്ര പദ്ധതികളും വാരിക്കോരി നൽകി സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ബി.ജെ.പി. വേഗം കൂട്ടിയിരുന്നു. അണ്ണാ-DMKയിലെ ഭിന്നത മുതലെടുത്ത് മുൻ മുഖ്യമന്ത്രി പനീർശെൽവത്തെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. കോൺഗ്രസ് DMK സഖ്യം യാഥാർത്ഥ്യമായാൽ പല മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുണ്ടാക്കാൻ സഖ്യത്തിന് കഴിയുമെന്ന് ബി.ജെ.പി. ആശങ്കപ്പെടുന്നു. അതിനിടെ മക്കൾ നീതിമയം പാർട്ടി തലവനും നടനുമായ കമൽഹാസനും ഈ സഖ്യത്തിലേക്ക് എത്തുമെന്ന് സൂചനകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ നടൻ രജനീകാന്തിനെയും സ്വന്തം ക്യാമ്പിലെത്തിക്കാൻ ബി.ജെ.പി. ശ്രമം തുടങ്ങി. ജനങ്ങൾക്കിടയിൽ രജനീകാന്തിന്റെ സ്വാധീനമാണ് അദ്ദേഹത്തെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന് കാരണം. അതേസമയം 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിന് ശേഷം ബി.ജെ.പിയെ തള്ളി രജനീകാന്തും രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.